ഹായ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിന്റെ തേർഡ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 63ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ദ ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ഇൻ ടു സ്പെസിഫൈഡ് പൊസിഷൻസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ഈച്ച്. ഇതിന്റെ രണ്ട് പ്രത്യേക സ്ഥാനങ്ങളിലെ ടേം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ nth ടേം ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം 5, 10th ടേം 23. ഒന്നാമത്തെ പദം 5ഉം 10ാമത്തെ പദം 23 ആണ്. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം നമുക്ക് അതിനെ x1 എന്ന് വിചാരിക്കാം, ഈക്വൽ ടു 5 ആണ്. അതുപോലെ 10ാമത്തെ പദം x10 ഈക്വൽ ടു 23 ആണ്. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം അറിയാവുന്നതുകൊണ്ട് അതെടുത്ത് എഴുതുന്നില്ല. ഇനി ഈ 10ാമത്തെ പദം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ, അതായത് x1ൻ്റെ കൂടെ പ്ലസ് n-1 d, അതായത് 1 കുറച്ചിട്ട്, അതായത് 9 പ്രാവശ്യം d കൂട്ടുന്നതാണ്. x1 പ്ലസ് 9d ആണ് ഈ x10 എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു നമുക്ക് 23 തന്നിട്ടുണ്ട്. ഇനി അറിയാവുന്നത് x1ൻ്റെ വാല്യൂ അറിയാം 5. 5 പ്ലസ് 9d ഈക്വൽ ടു 23 ആണ്. ഇനി 5നെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റുന്നു. ഇപ്പോൾ 9d ഈക്വൽ ടു ഇവിടെയുള്ള 23, ഈ 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി, -5 ഈക്വൽ ടു നമുക്ക് 18 എന്ന് കിട്ടും. അപ്പോൾ therefore d ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ ഈ 9നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 18/9 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും, ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി നമുക്ക് nth ടേം ആണ് xn ഈക്വൽ ടു അത് x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് എടുക്കും, അല്ലെങ്കിൽ dn പ്ലസ് f-d എടുത്താലും കുഴപ്പമില്ല. ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ടേം നമുക്കറിയാം 5 ആണ്. 5 പ്ലസ് n-1 ഇൻറ്റു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്, 2 ഈക്വൽ ടു 5 പ്ലസ് 2n, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2n മൈനസ് 2 എന്ന് കിട്ടും, ഈക്വൽ ടു 2n പ്ലസ് 5 2 കുറച്ച് 3, 2n പ്ലസ് 3 ആണ് ഇതിൻ്റെ nth ടേം. ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു ഇവിടെയും 5 ആണ്, 5. അതുപോലെ 7ാമത്തെ ടേം x7 ഈക്വൽ ടു അത് 23 ആണ്. x1 നമുക്കറിയാം, ഇനി d കാണാൻ വേണ്ടി. അപ്പോൾ x7 7ാമത്തെ ടേം 23 ആണ്. അപ്പോൾ x7 ഈക്വൽ ടു അത് ഫസ്റ്റ് ടേം x1 പ്ലസ് 6d ആണ്, 6d ഈക്വൽ ടു അത് 23 ആണ്. അതായത് 5 പ്ലസ് 6d ഈക്വൽ ടു 23 ആണ്. അപ്പോൾ 6d ഈക്വൽ ടു 23 മൈനസ് 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഈക്വൽ ടു നമുക്ക് 18 എന്ന് കിട്ടി. അപ്പോൾ therefore d ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 6dനെ, അതിൽ 6നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, 18/6 ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ആയി. ഇനി nth ടൈം xn is equal to x1 പ്ലസ് n-1 ഈക്വൽ ടു x1 5 ആണ്, 5 പ്ലസ് n-1 ഇൻറ്റു d ഇവിടെ 3 ആണ്, ഈക്വൽ ടു 5 പ്ലസ് 3n മൈനസ് 3 ഈക്വൽ ടു 3n. ഇനി ഈ 5ൽ നിന്ന് -3 കുറക്കും, 2. അപ്പോൾ 3n പ്ലസ് 2 ആണ് നമ്മുടെ nth ടൈം. ഇനി ഇത് ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ xn is equal to dn പ്ലസ് f-d ഈക്വൽ ടു d ഇൻറ്റു n, d 3 ആണ്, അപ്പോൾ 3 ഇൻറ്റു n പ്ലസ് f-d ആണ്, ഫസ്റ്റ് ടൈം 5 ആണ്, 5 മൈനസ് ഈക്വൽ ടു 3n പ്ലസ് 2 എന്ന് കിട്ടും. രണ്ടിൽ ഏത് വഴിക്ക് വേണമെങ്കിലും ചെയ്യാം, ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടുതലുണ്ട്, ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തു. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 5ാം പദം 10 ആണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം x5 എന്നെടുത്തു, ഈക്വൽ ടു അത് 10 ആണ്. അതുപോലെ 10ാം പദം 5 ആണ്, x10 ഈക്വൽ ടു
5 എന്ന് കിട്ടി. ഇനി ചിന്തിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് നമുക്കറിയില്ല. അപ്പോൾ ഈ 5ാമത്തെ ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് 10ാമത്തെ ടേം കിട്ടുക. 5ാമത്തെ ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം ഡി കൂട്ടിയാൽ 10ാമത്തെ ടേം കിട്ടും. അപ്പം x10 ഈക്വൽ ടു x5 പ്ലസ് 5d ആണ്. x5 നമുക്കറിയാം 10 ആണ്. 10 പ്ലസ് 5d ഈക്വൽ ടു അത് x10 ആണ്. x10 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ 10നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 5d ഈക്വൽ ടു 5 മൈനസ് 10 ആയി. കാരണം 10 ഇവിടെ പോസിറ്റീവ് ആണ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ ഇവിടെ 5d ഈക്വൽ ടു 5ൽ നിന്ന് 10 കുറച്ചു, അപ്പോൾ മൈനസ് 5. therefore d ഈക്വൽ ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു മൈനസ് 1 എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം അറിയില്ല. കഴിഞ്ഞ 2 കണക്കിൽ ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 5th ടൈം ആണുള്ളത്. നമുക്ക് ഡി കിട്ടി. ഇനി അത് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഇപ്പോൾ x10 നമുക്കറിയാം, x5 നമുക്കറിയാം. x5 എന്ന് പറയുന്നത് ഈക്വൽ ടു ഫസ്റ്റ് ടൈം x1 പ്ലസ് 4d ആണ്, 4d ആണ്. അതായത് 5 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു x1 അറിയില്ല, x1 തന്നെ എഴുതി, പ്ലസ് 4 ഇൻറ്റു ഡി നമുക്ക് മൈനസ് 1 എന്നറിയാം, ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു x5 10 ആണെന്നറിയാം, 10 എഴുതി. അപ്പോൾ ഇവിടെ x1 മൈനസ് 4, 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4 ഈക്വൽ ടു അത് 10 ആണ്. അപ്പോൾ x1 ഫസ്റ്റ് ടൈം ഈക്വൽ ടു ഈ 10 അവിടെ എഴുതി, ഈ മൈനസ് 4 അപ്പുറത്തേക്ക് കൊണ്ടുപോകും, പ്ലസ് 4. അപ്പോൾ x1 ഈക്വൽ ടു 14 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് x1 ഈക്വൽ ടു 14 എന്നും കിട്ടി, അതുപോലെ d ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്നും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ nth ടൈം കണ്ടുപിടിക്കാം. xn ഈക്വൽ ടു ഫസ്റ്റ് ടൈം x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 14, 14 പ്ലസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു 14 മൈനസ് 1 ഇൻറ്റു n മൈനസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു 14 പ്ലസ് 1 15, 15 മൈനസ് n എന്ന 15 മൈനസ് n എന്ന ആൻസർ. ഇനി ഇത് ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആണ്, ഈക്വൽ ടു d നമുക്ക് മൈനസ് 1 ആണെന്നറിയാം, മൈനസ് 1 ഇൻറ്റു n പ്ലസ് f ഫസ്റ്റ് 14 ആണ്, 14 മൈനസ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് n പ്ലസ് 14 മൈനസ് മൈനസ് 1, 14 പ്ലസ് 1 ആയി 15, മൈനസ് n പ്ലസ് 50 ഈക്വൽ ടു അത് 15 മൈനസ് n എന്ന് എഴുതി. ഇനി ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, 8ാം പദം 2, അതായത് x8 ഈക്വൽ ടു 2 ആണ്. അതുപോലെ തന്നിട്ടുള്ളത് 12ാം പദം x12 ഈക്വൽ ടു അത് 8 ആണ്. ഇനി ഈ 8ാം പദത്തിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ഡി കൂട്ടിയാലാണ് 12ാം പദം കിട്ടുക നോക്കാം. അതായത് x12 ഈക്വൽ ടു 8ാമത്തെ ടേം x8 പ്ലസ് 4 പ്രാവശ്യം, 8 4 ആണ് 12, 4 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നമുക്ക് 12ാമത്തെ ടേം കിട്ടുക. അപ്പോൾ 4d. x8 നമുക്കറിയാം, x8 2 ആണ്, 2 പ്ലസ് 4d ഈക്വൽ ടു 12ാമത്തെ ടേം 8. അപ്പോൾ 4d ഈക്വൽ ടു 8 ഇവിടെ എഴുതി, ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, 8 മൈനസ് 2. അപ്പോൾ 4d ഈക്വൽ ടു 8 ന് 2 കുറച്ചു 6 കിട്ടി. therefore d ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 4, 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഡിവിഷൻ ആയി, ഈക്വൽ ടു അതിനെ കട്ട് ചെയ്താൽ 3/2 എന്ന് കിട്ടും. ഇപ്പോൾ d കിട്ടി. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ടൈം അറിയില്ല. ഇപ്പോൾ x8 എന്ന് പറഞ്ഞാൽ x8 ഈക്വൽ ടു അത് ഫസ്റ്റ് ടൈം x1 പ്ലസ് 7d ആണ്. അത് ഈക്വൽ ടു x8 നമുക്ക് 2 തന്നിട്ടുണ്ട് 2. അപ്പോൾ x1 പ്ലസ് 7d, d നമുക്കറിയാം 7 ഇൻറ്റു 3/2 ഈക്വൽ ടു അത് 2 ആണ്. x1 പ്ലസ്
3 ഇൻറ്റു 7 21/2 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു ഇതിനെ ഈ 21/2 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെയുള്ള 2 അങ്ങനെ തന്നെ എഴുതി 2. പിന്നെ ഇത് പ്ലസ് ആണ്, ഇവിടെ ഒരു മൈനസ് ആയി, മൈനസ് 21/2 അപ്പോൾ ഈക്വൽ ടു. അപ്പൊ ഇതിനെ കുറയ്ക്കാൻ വേണ്ടി 2 ഇൻറ്റു 2 മിക്സ്ഡ് ഫ്രാക്ഷനെ മാറ്റുന്ന പോലെ ചെയ്യും. 2 ഇൻറ്റു 2 4. 4 മൈനസ് 21 4 മൈനസ് 21 ഓൾ ഡിവൈഡ് ബൈ ഈക്വൽ ടു 21 4 കുറച്ചാൽ 17 കിട്ടും. അപ്പോൾ -17/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് കിട്ടി. ഇപ്പോൾ നമ്മൾ കിട്ടിയത് x1 ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് -17/2 ആണ് കിട്ടിയത്. അതുപോലെ d ഈക്വൽ ടു 3/2 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ nth ടേം വേണം. xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു x1 -17/2 ആണ്. -17/2 പ്ലസ് n-1 d ഇവിടെ 3/2 ആണ്. 3/2 ഈക്വൽ ടു -17/2 പ്ലസ് 3/2നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3n ബൈ -1 ഇൻറ്റു 3/2 ഈക്വൽ ടു ഇതെല്ലാത്തിലും ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 2 ആണുള്ളത്. അപ്പോൾ -17ഉം -3യും കൂടെ കൂട്ടണം. അപ്പോൾ 3n അവിടെ എഴുതി 3n -20/2 എന്ന ആൻസർ കിട്ടും. ഇനി ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് dn ഈക്വൽ ടു d യുടെ 3/2 ആണ്. അപ്പോൾ 3/2n പ്ലസ് f മൈനസ് d ഫസ്റ്റ് ടൈം -17/2 ആണ്. അപ്പോൾ -17/2 മൈനസ് കോമൺ ഡിഫറൻസ് 3/2 ആണ്. 3/2 ഈക്വൽ ടു 3n/2 മൈനസ് -17 -3 മൈനസ് 20/2 ഈക്വൽ ടു 3n - 20/2 എന്ന്